ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ബി.ജെ.പിയുടെ കേരള പദയാത്രാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1.5 ലക്ഷത്തോളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ തലസ്ഥാന സന്ദർശനം. പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. രാവിലെ തിരുവനന്തപുരത്തെത്തുന്നതോടെ പ്രധാനമന്ത്രിക്ക് ബി.ജെ.പി. പ്രവർത്തകർ വരവേൽപ്പ് നൽകും. മോദിയുടെ ഈ വർഷത്തെ ആദ്യ തിരുവനന്തപുരം സന്ദർശനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം അറിയിച്ചു. രാവിലെ 10-ന് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം VSSCയിലേക്ക് പോകും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളന വേദിയിലേക്കെത്തും. പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1.5 ലക്ഷത്തോളം പേരാണ് സമ്മേളനത്തിൽ പങ്കുചേരുക. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതുതായി ബി.ജെ.പിയിലെത്തിയ 1000-ഓളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും സമ്മേളനത്തിലെത്തും. കൂടാതെ പരിപാടിയിൽ PC ജോർജിന്റെ കേരള ജനപക്ഷം സർക്കുലർ ബി.ജെ.പിയുമായി ലയിക്കും. അതേസമയം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്നതോടെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.